അങ്ങനെ ഗൈസ് ഞങ്ങൾ ആപ്പിൾ തോട്ടത്തിലാണ്. ഇതെന്റെ നാത്തൂൻ ഡോഗാണ്. ചേച്ചി ഈ ആപ്പിൾ ഫാമിന്റെ പേരെന്താ? ഓർച്ചാർഡ് ഹോം ഫാം, സെയിന്റ് ജോർജ്. വെറും 35 മിനിറ്റ്സേ ഉള്ളൂ. പിന്നെ ഇവിടെ എന്തോ എൻട്രി ഫീസ് എത്ര? എൻട്രി ഫീ ഇല്ല. എൻട്രി ഫീ ഇല്ല, അതുകൊണ്ട് എല്ലാ മലയാളികളും വെൽക്കം. അതെ, ഇവിടെ തിങ്കളാഴ്ച ഞങ്ങൾ വന്ന് ആരുമില്ല വീക്ക് ഡേയ്സിൽ. പക്ഷെ നമ്മൾ ആപ്പിള് പേ ചെയ്ത് കൊണ്ടുപോകണം. അവരോരോ മര്യാദയ്ക്ക് ആസ് എ കേർട്ടസി നമ്മൾ എന്തെങ്കിലും മേടിക്കണം, കാരണം ഫ്രീ എൻട്രി ആയതുകൊണ്ട്. അതെ, അപ്പൊ നമുക്ക് മേടിച്ചിട്ടും പോവാം. കുറെ വെറൈറ്റി ഉണ്ട് ഗൈസ്. ഞാൻ 100 ഏക്കറോളം ഇതിൽ വ്യാപിച്ച് കിടക്കുവാണത്. ഇഷ്ടംമാതിരി വെറൈറ്റീസ് ഉണ്ട്. അതെ, നല്ല ഫ്രഷ് ആപ്പിൾ, ജ്യൂസി ആപ്പിൾ കണ്ടോ. ഞങ്ങൾ ലൈവായിട്ട് കാണിച്ചു തരുവാണ്. അപ്പോ സ്റ്റേ ട്യൂൺഡ്. എന്തോ പേരും പറിക്കാം. ഞങ്ങൾ അങ്ങനെ ആപ്പിൾ തോട്ടത്തിൽ അലഞ്ഞു നടക്കും. അതെ, ബേബിനെ ഞങ്ങള് സേഫ് ആക്കിയിട്ടുണ്ട്. സ്പാർട്ടൻ, അത് പറിക്കാം. ഇത് വേറൊരു ഇനം സ്പാർട്ടൻ. പറിക്കാവോ സ്പാർട്ടൻ? ഇവിടെ നമ്മൾ ഏതൊക്കെ ആപ്പിൾസ് പറിക്കാമെന്ന് അവരൊരു ലിസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. കാര്യം ചിലത് പാകമായിട്ടുണ്ട്, ചിലത് പാകമായിട്ടില്ല. പാടില്ല അല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം ഇത് പാകമായിട്ടില്ലെന്നാണ്. കണ്ടിട്ട് നല്ല റെഡ് കളർ ആയിട്ട് ഇരിപ്പുണ്ട്. ഇത് രാജാക്കന്മാരുടെ ആപ്പിളാണ്. ഇത് പറിക്കാൻ പാടില്ല, ഇത് പറിക്കാൻ പാടില്ല മമ്മി. 3-4 വെറൈറ്റി വിളഞ്ഞിട്ടുള്ളൂ. എംപയർ. ഇത് എംപയർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി. അതെ, താഴെ വീണത് ഞങ്ങൾ നോട്ടിട്ടിറക്കും. നല്ല സ്ഥലം, ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. വന്ന് ട്രൈ ചെയ്യണം. വെയിലുണ്ട്, നല്ല ക്ലൈമറ്റ് ആണ്, അതുകൊണ്ട് ഇന്നത്തെ ഇത് സപ്പോർട്ടിങ് ആണ്. ഇത് കോക്സ് ഓറഞ്ച്. ഇത് വേറൊരു ഇനം. താഴെ വീണത് എടുക്കാം. എനിക്ക് തോന്നുന്നു താഴെ വീണത് എന്തായാലും പാകമായിട്ടായിരിക്കണമല്ലോ വീണത്. കൊള്ളാം അല്ലേ? എനിക്ക് തോന്നുന്നത് ഇതിന് ഓറഞ്ച് ഷെയ്ഡ് ഉള്ളത് കൊണ്ടാണ് കോക്സ് ഓറഞ്ച്. പേര് ശരിക്കും ഇത് തന്നെയാണ്. താഴത്തുനിന്ന് മമ്മി താഴെ ഇതൊക്കെ ഇട്ട് കിടക്കണേ. നല്ല ഉണ്ടല്ലേ? നോക്കിയ നിറച്ച് ആപ്പിള്. അവിടെയും വേറെ ഫാമാണ്, പക്ഷേ അവിടെ കണ്ട് കുറച്ചും കൂടി മറ്റേ ഒരു പീച്ച് കളറുള്ള ആപ്പിളാണ്. എന്താ പാട്? ചിലപ്പോ വീഡിയോ വൈറലായി പോയാലോ. ഇതാണ് ഗ്രീൻ ആപ്പിൾ. എന്റെ ഗ്രീൻ ആപ്പിളിനൊക്കെ ഉണ്ടോ? അതെ, ഞങ്ങൾക്ക് ഇവിടെ ഒരു സ്ട്രോബെറി ആപ്പിൾ ഉണ്ട്. അതെ, ഇതേ പേര്. ഈ ആപ്പിളിന്റെ ഇടയിൽ പേരും ഉണ്ട്. നമുക്ക് പറിക്കാലോ. പറിക്കാം. പേരാണിത് ഞാൻ പറഞ്ഞത്. നമ്മൾ പഠിച്ചിട്ടില്ലേ പേരെന്നൊക്കെ? പറിക്കാട്ടോ. അത് ഏത് പേരാണോ? പേരുണ്ടോ? പേരും ഉണ്ട് ഇവിടെ. കണ്ടോ? അടിപൊളി. അയ്യോ, ഇത് നോക്കിയേ, ഫുള്ള് ഇതിനകത്ത് പേര്. കൊള്ളാല്ലേ? ഇത് ഗ്രീൻ ആപ്പിൾ. ഗ്രീൻ ആപ്പിൾ ഇത്രയും കൂടി നോർമൽ ആപ്പിൾസിനും സൈസ് ഉണ്ട്. നോക്കി, ഒരു ആപ്പിളിൻ്റെ വലിപ്പം നോക്കി. ഓ മൈ ഗോഡ്. മമ്മിയുടെ സാധാരണ കയ്യിലിരിക്കുന്ന ആപ്പിളും ഇതിൻ്റെ സൈസ് കണ്ട. വാവ്, അടിപൊളി. ഇതേ ചേട്ടാ, എന്ത് വലിയ ആപ്പിള്? ഇല്ല, ഞാൻ പറിച്ചത്. നമുക്ക് ആക്ച്വലി ഇവിടെ ആപ്പിള് പറിക്കാം. എന്നിട്ട് എത്ര പറിച്ചെന്ന് വെച്ചാൽ ലാസ്റ്റ് പോയിട്ട് പേ ചെയ്യാം. പിന്നെ തിന്നാനായിട്ട് എത്ര വേണമെങ്കിലും പറിച്ച് തിന്നാം. അപ്പം ഞങ്ങൾ മാക്സിമം ഒന്നും കഴിക്കേണ്ട വന്നേക്കണത് ഇവിടെ നിന്ന് ആപ്പിള് പറിച്ച് തിന്നാനായിട്ടുള്ള ഉദ്ദേശത്തിൽ
ഞാനപ്പോൾ പ്ലാൻ ചെയ്ത് ഓരോ സെക്ഷനിൽ നിന്ന് ഓരോ ആപ്പിൾ. അപ്പം അധികം വേറെ ഒന്നും അറിയില്ലല്ലോ. മമ്മിയുണ്ട് അല്ലേ, മമ്മി മത്സരിച്ച് ആഞ്ഞു പിടിച്ചേക്കുവാണ്. ഞങ്ങളിവിടെ കൊണ്ടുവന്ന ഞങ്ങളുടെ ആരോ ക്രിസ്പ് പേർ എവിടെയാണ്? എന്തൊരു കുറ്റുമല്ല വീണ് കിടക്കുന്ന. റെഡ് കോട്ട് പറിക്കാം. പറിക്കാവോ? ഞങ്ങൾ നടക്കാം. താൻ ഈ ഇനത്തിന്റെ പേരാണ് റെഡ് കോട്ട്. എത്ര പേരാന്ന് നോക്കി കടിച്ചിട്ട്. ഈ സൈഡിൽ ഗ്രീൻ ആപ്പിളും ഉണ്ട്. ഇതിന് വേറെ സ്മൂത്തി അല്ലേ ഇതിന്റെ പേര്? സ്മൂത്തി അടിക്കാൻ. വെറുതെ എന്തൊക്കെയാണെന്ന് അറിയില്ല. തിന്നു റെഡ് കോട്ടിന്റെ ഇത് എന്താ കാര്യം? അതെ, നമ്മള് ഇവിടെ നിന്ന് ഒരു നല്ലത് നോക്കി കണ്ടിട്ട് നല്ല വലിയ സാധനം. ആരാ ആദ്യം കടിക്കണം? ആ ചെറുതെടുക്ക. ഓക്കെ ചേട്ടൻ ഇവിടെ പോയി. പോരല്ലേ നമ്മൾ മറ്റേ പിന്നെ ഒരു മധുരം, നല്ല മധുരം ഉണ്ടോ മമ്മി? മമ്മിയുടെ തിന്ന അവിടെ എങ്ങനെയുണ്ട് അഭിപ്രായം? ഇതാണ് ഇഷ്ടപ്പെട്ട? നല്ലുണ്ട്. സോ റെഡ് കോട്ട് ആപ്പിൾ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഞങ്ങള് ആദ്യം പുളിക്കും പിന്നെ മധുരിക്കും, അങ്ങനെയാണോ? നെല്ലിക്ക. ഇത് അത്യാവശ്യം പുളിയുണ്ട്, നല്ല മധുരവും ക്രിസ്പിയാണ്, മധുരം. ആ ഇതൊരു പിക്കിൾ വെറൈറ്റി ആപ്പിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. പിക്കിൾ വേണമെങ്കിൽ ഇടാം. ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഹബ്ബാദത്തിന് കൊടുക്കട്ടെ. കഴിക്കൂ കഴിക്കൂ. പാപത്തിലൊക്കെ വീഴുന്നു. റെഡ് കോട്ട് ആപ്പിൾ. ഞങ്ങളങ്ങനെ പുതിയ ബിസിനസ് ടോക്സിലൊക്കെ ഇങ്ങനെ നടക്കുവാണ്. ആപ്പിൾ എക്സ്പോർട്ടിങ് വരെ എത്തി. കാര്യം ഇവിടെ കൊറേ ഞങ്ങളിവിടെ നടന്ന് ഇനിയൊരു ഫോട്ടോ സെക്ഷൻ, അത് കഴിഞ്ഞിട്ട് വീണ്ടും വരാം. നമുക്ക് ഈ ഫാമിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു കവർ കിട്ടും. ഇവിടെ നമ്മൾ എത്രത്തോളം പ്ലക്ക് ചെയ്തിടുന്നോ അതിൻ്റെ ചാർജ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഒരെണ്ണം കണ്ടു, രാജ്കോട്ട്. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. ആദ്യമൊക്കെ പുളി ഉണ്ടെങ്കിലും പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്കത് ഒരു 2 എണ്ണം. കാര്യം ഇവിടെ ഒരുപാട് വെറൈറ്റി ഉണ്ടല്ലോ, അപ്പോൾ മിക്സ് ചെയ്ത് നമുക്ക് മേടിക്കാം. 2 എണ്ണം മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നോർത്തേൺ സ്പൈ പക്ഷെ കണ്ടിട്ട് ഒരു മാതൃനാരങ്ങ കിടക്കണമല്ലോ അല്ലേ? ഇല്ല, ഇതാണ് കണ്ടിട്ട് അങ്ങനെ. ഓ നല്ല റെഡ് പേരല്ലേ? ഓ ഇത് നല്ല റെഡ് ആപ്പിൾ. അതെ, ഇത് നോക്കിയേ. ഇല്ല ഇവിടെ എത്ര വേണേലും നമുക്ക് കഴിക്കാം. ഇത് നോർത്തേൺ സ്പൈ. ഇതെന്താ പക്ഷെ കണ്ടിട്ട് കളറൊന്നുമില്ല. ഗാലയാണോ? ഗാല പറിക്കാം. ഇതിൻ്റെ പേരാണ് ഗാല. എല്ലാത്തിൻ്റെയും പേര് അപ്പുറം സൈഡാണ്. ഞങ്ങൾ വന്നത് റോങ് ഡയറക്ഷനാണ്. ഇപ്പം ഞങ്ങൾ അറ്റത്ത് കൊണ്ടുപോയി കാറിട്ടിട്ട് ഇങ്ങോട്ട് വന്നു. നല്ല പഴുത്തോക്കി പറിച്ചു. അതെ, നല്ല റെഡ് കളർ. റിവ്യൂ പോരട്ടെ. റിവ്യൂ മമ്മി നല്ലോണം പറിക്കും. മമ്മി ഒരു നല്ലത് നോക്കി പറിച്ചിട്ട് ഞാൻ ഈറ്റിങ്. മമ്മി ഇത് നല്ല റെഡ് അല്ലേ? ഇതെനിക്ക് തോന്നുന്നത് താഴെ ഇങ്ങനെ ഇത്തിരി വൈറ്റ് ഉണ്ട്. പറിച്ചിരിക്കുന്നു. ടേസ്റ്റ് ചെയ്യും. ഗാല ആപ്പിൾ റിവ്യൂ. സ്വീറ്റ് ആണ്. അടിപൊളി. വെരി സ്വീറ്റ് ആൻഡ് ക്രിസ്പി. അടിപൊളി ആപ്പിളാ. കാണാനും നല്ല റെഡ്. അടിപൊളി. ഞാൻ ഇങ്ങനത്തെ ആപ്പിളാണ് നോക്കിയാണെന്ന് വെച്ചത്. നല്ല റെഡ്. ഓപ്പോസിറ്റ് ഉണ്ട്, പക്ഷെ അത് വേറെ ആരുടെയോ ഫാമാണ് അല്ലേ? മമ്മി അതാ ഗാല മെയിൻ റിവ്യൂ ഒന്ന്. അതെ, റിവ്യൂയിങ്. ഞാൻ ഒരെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് 2 എണ്ണം പറിച്ചെടുക്കാം. മേടിക്കാം. ഇത് കണ്ടു കൊള്ളാം അല്ലേ? ഇല്ലല്ലേ?
നല്ല റെഡ് കളർ നോക്കി. ആ ഇവിടെ അത് മഞ്ഞില്ലാത്ത ഒരെണ്ണം. ഇതേ മഞ്ഞില്ല, ഒട്ടും മഞ്ഞില്ലാത്ത ഒരെണ്ണം കിട്ടി. അത് നമ്മളുടെ ബാഗിലേക്ക്. ഓക്കെ, ഇനി നമുക്ക് പെയർ വരയ്ക്കാം. ഹാരോസ്കി ക്രിസ്പ്. ഈ പെയറിൻ്റെ പേരാണ് ഹാരോ ക്രിസ്പ്. ഞാൻ ഓർത്ത് ഹണി ചേച്ചി തിന്നോണ്ട് ഹണി ക്രിസ്പറാക്കിയതാണത്. എങ്ങനെയുണ്ട്? ഒരു നല്ല പെയർ നോക്കി ഞാൻ പറിക്കട്ടെ. കണ്ടിട്ട് പക്ഷെ നമ്മൾ നേരത്തെ കണ്ട പെയർ ഇത്രയും കൂടി വേറെ ഡാർക്കായിരുന്നു. എനിക്കിത് കണ്ടിട്ട് കൊള്ളാം. ഇത് കൊള്ളാം. അയ്യോ, ഇതിലൊക്കെ പാടാണല്ലോ നിറച്ചും. എന്ത് പാടാ ഇത്, പറിക്കാൻ കുറച്ച് പാടാ. ആപ്പിൾ പോലെ ആപ്പിളിൻ്റെ അത്രയും എളുപ്പത്തിൽ പറിക്കാൻ പറ്റുന്നില്ല, കുറച്ച് പാടാ പറിക്കാൻ. ഞങ്ങളിപ്പോൾ പറിച്ച് എവിടെ എത്തി? പേരിലെത്തി അല്ലേ? ഇത് കണ്ടോ, സൂപ്പർ പേർ മരം. ഫോട്ടോ എടുക്കേണ്ടിയിരുന്നു. അതെ, നിറച്ചും. അയ്യോ നോക്കി എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഇതാണ് ഹാര ക്രിസ്പ് അല്ലേ? നമുക്കെടുക്കാം. ചേച്ചി ഒരു സ്പോട്ട് വാ, നിറച്ചും പേർ. അതെ, വ്ളോഗില് നമ്മുടെ തലവരെ മറം. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ഇടയിൽ കേട്ടോ നിറച്ചും പേർ. ഹായ് ഗായ്സ്, അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞു വീട്ടിലെത്തി. ഞാനപ്പോൾ അവിടെ നിന്ന് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുള്ള വീഡിയോ എടുത്തില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഒരു കടയിലൊക്കെ കയറി ഇങ്ങ് പോന്നു. ഞങ്ങൾ 11:30 ആയപ്പോൾ രാവിലെ പോയതാണ്. വന്നപ്പോൾ ഒരു 4 മണി അടുക്കായി. പിന്നെ ഇതാണ് ഞാൻ അവിടെ നിന്ന് മേടിച്ചത്. നമ്മൾ രാജ്കോട്ട് എന്ന് പറഞ്ഞൊരു ആപ്പിൾ കണ്ടില്ലേ, അതും പിന്നെ ഒരു റെഡ് കളറില അതും മേടിച്ചു. ഇനി ഞാനും ഇനിയിപ്പോൾ ഞങ്ങളിത് ടേസ്റ്റ് ചെയ്യണം. എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നില്ല, പുള്ളിക്ക് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം പുള്ളിക്ക് ടേസ്റ്റ് ചെയ്യിപ്പിക്കണം. അത്രേ ഉള്ളൂ. ബൈ.